തോമസ് ബ്രദറെ, ഇവിടെ ഒരു അത്ഭുത സാക്ഷ്യമാണ്. ഈ സഹോദരൻ 2010 ദുബായി വെച്ച് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഈ ബ്രദർ പറയുന്നത്, എനിക്ക് ഒരു ഇംഗ്ലീഷ് മരുന്നും കഴിക്കാൻ പറ്റത്തില്ല, കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ശരീരം ചൊറിച്ചിൽ, അലർജി ഉണ്ട്. ഒരു എന്ത് ഗുളിക കഴിച്ചാലും, സാധാരണ ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ പോലും ശരീരം വീർത്ത് വന്നിട്ട്, അതുപോലെ ശരീരം വീർക്കുന്നതിന് ഇംഗ്ലീഷ് ഒന്നും കഴിക്കാൻ ഒക്കത്തില്ല അവസ്ഥയായിരുന്നു. ഒന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ നിമിഷം നമ്മുടെ ചാലായിക്കരയിൽ കോഴഞ്ചേരി മീറ്റിങ്ങിനായിട്ട് കടന്നു വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ ദൈവദാസന്മാർ വിളിച്ച് പ്രാർത്ഥിച്ചു. ആ നിമിഷം ഈ ബ്രദറിൻ്റെ മേലൊരു ദൈവശക്തി വീണു. സൗരൻ പറയുന്നത്, എന്തോ ഒന്ന് ഉരിഞ്ഞു പോകുന്ന പോലെ തോന്നി, ഒരു പുതിയ ശക്തി എൻ്റെ മേൽ വന്ന് വീണു. അതേ പിന്നെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഇല്ല, പൂർണ്ണ സൗഖ്യം. ബ്രദറെ, ഈ ദുബായ് വെച്ച് എന്താ പ്രയാസം ഉണ്ടായേ? പ്രയാസം എനിക്ക് കൈക്ക് ആദ്യം വേദന വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എനിക്ക് ജോലിക്ക് വരത്തില്ല. എല്ലാവരും പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കായി പോയി റൂമിൽ. എന്നിട്ട് ഈ നെഞ്ചിനകത്തുനിന്ന് ഒരു ചൂണ്ടക്കൊടുത്തിട്ട് 1000 ചൂണ്ടക്കൊടുത്ത് വിളിക്കുന്ന പോലെ വന്ന് ഇങ്ങനെ വലിച്ച് ഞാൻ ബോധം കെട്ട് വീണു. ബോധം കെട്ട് കട്ടിലെ വീണിട്ട് അങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായിട്ട് ഞാൻ പിന്നെ എനിക്ക് ബോധം വീണത് ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷമാണ്. ബെഡിൽ ഈ പ്ലാസ്റ്റിക് പൊതിഞ്ഞായതുകൊണ്ട് ഞാനിങ്ങനെ കുഴിഞ്ഞ് കിടന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞാൽ വെള്ളത്തിലാണ് കിടക്കുന്നത്, വിയർത്തിട്ട്. അപ്പോൾ അടുത്തൊരു ഡിസ്പെൻസറി ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഒരു ഡോക്ടറിനെ കാണിച്ചു. ഒരു തമിഴ് ഡോക്ടറായിരുന്നു. അദ്ദേഹം എന്നെ അവിടെ നിന്ന് ദുബായ് സിറ്റിയിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് അവർ ചോദിച്ചു, ഉടനെ ഹാർട്ടിൻ്റെ മെയിൻ വാൽവിനൊരു പ്രശ്നമാണെന്ന് പറഞ്ഞു. അങ്ങനെ പിടികിട്ടിയതാ? അങ്ങനെ നാട്ടിൽ വന്നെന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റോർ കീപ്പറായിട്ടായിരുന്നു ജോലി. എനിക്ക് കൈയെടുത്ത് ഈ മേശപ്പുറത്ത് വെച്ച് എഴുതാൻ വെക്കാതെ ഈ കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചായിരുന്നു ഞാൻ സാധനങ്ങൾ ലിസ്റ്റ് എഴുതിക്കൊണ്ടിരുന്നത്. ഈ പ്രശ്നം കാരണം പിന്നെ എനിക്ക് മൊത്തം തളർച്ച. അപ്പോഴത്തേക്ക് ഒരു 75-80 കിലോളം എനിക്ക് ആയിരുന്നു. അപ്പം അങ്ങനെ എങ്ങനെയെങ്കിലും നാട്ടിൽ വരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കമ്പനി തന്നെ വിടത്തില്ല. പിന്നെ 2 വർഷം പൂർത്തിയായപ്പോൾ അവധിക്ക് ഇത് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ പോരുമായിരുന്നു. നാട്ടിൽ വന്നപ്പോഴാണോ മീറ്റിങ്ങിൽ? നാട്ടിൽ വരുമ്പോൾ തന്നെ ഒരു ബക്കറ്റിലൊരു വെള്ളം എടുക്കാനോ ഒന്നും കയറ്റം കയറാനോ കാലിന് മുട്ടുകഴപ്പ് മൊത്തത്തിൽ എനിക്ക് വയ്യായിരുന്നു. അന്നേരമാണ് കോഴഞ്ചേരിയിൽ ഒരു മീറ്റിങ്ങിന് കടന്നു പോയത്. നമ്മുടെ നീതിയൊക്കെ വന്ന് പറഞ്ഞു, അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് വാ എന്നൊക്കെ പറഞ്ഞു. പല പ്രാവശ്യം പറഞ്ഞു. ഞാൻ അതിനൊക്കെ എതിർത്തിരുന്നു. എനിക്ക് സൗകര്യം കിട്ടിയാൽ ഞാൻ ഇതുപോലെ സുവിശേഷരൊക്കെ ഞാൻ ഉപദ്രവിക്കുമായിരുന്നു. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. പല ആവശ്യമില്ലാത്ത വ്യക്തികൾ കാര്യത്തിനും പോയിട്ട് എൻ്റെ കയ്യിലൊക്കെ ചോര പറ്റിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. കോഴഞ്ചേരി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നിലേക്ക് എന്തോ വന്ന് വീഴുന്ന പോലെ തോന്നി. അത് കഴിഞ്ഞിട്ട് ഒരു ഷാള് നമ്മുടെ ശരീരത്തിൽ ഉരിഞ്ഞെടുക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായിട്ട് വേർത്ത് കുളിച്ചു. റെജിവർദ്ധ അന്നേരം കോഴഞ്ചേരിയിലെ റെജിവർദ്ധ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ശരീരത്തൊക്കെ വേർത്തിട്ട് ഇങ്ങനെ കോരി ഒഴിക്കുന്ന പോലെ വെള്ളം ശരീരം മൊത്തം വന്ന് അത്ഭുതം എന്ന് പറയട്ടെ. എൻ്റെ ആ പ്രശ്നങ്ങളെല്ലാം മാറി. ഇപ്പം ഏത് ഭാരമെടുക്കാനോ എന്തെടുക്കാനോ എല്ലാത്തിനും എനിക്ക് കഴിയുന്നുണ്ട്. പൂർണ്ണ സൗഖ്യം. കർത്താവ് തന്നെ ഓപ്പറേഷൻ ചെയ്തു. കർത്താവ് തന്നെ ചെയ്തു. നെഞ്ചിന് ഒരു പ്രയാസവും ഇല്ല. അതിനുവേണ്ടി ഒരു ട്രീറ്റ്മെന്റും ചെയ്തില്ല. അത്ഭുത വിടുതൽ, സൗഖ്യം. ചെറിയ കാര്യമല്ല ഇത്. ഈ സഹോദരന് വേറൊരു സാക്ഷിയോടുണ്ട്. കഴിഞ്ഞ 2013 ഡിസംബർ മാസത്തിൽ നമ്മുടെ കോട്ടയത്ത് മീറ്റിംഗ് നടന്നപ്പോൾ അവിടുന്ന് ഒരു കാസറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഈ സഹോദരൻ്റെ വീട്ടിലിരുന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോൾ സി ഡി വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇവിടെ വരെ 25 മുഴ, വട്ട് പോലുള്ള മുഴ, 25 കൂടുതൽ മുഴ ഉണ്ടായിരുന്നു. എൻ്റെ ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെ 25 പോലെ ഇതൊരു മുന്തിരിക്കൊല പോലെ ഉണ്ടായിരുന്നു. തോമസ് കുട്ടി ബ്രദർ പാത്തിക്കുന്ന ഒരു സീഡിയാണ് കണ്ടുകൊണ്ടിരുന്നത്. അന്ന് അവിടെ നിന്ന് 500 രൂപയ്ക്ക് 6 കാസറ്റ് കിട്ടത്തില്ലേ, അത് കണ്ടുകൊണ്ടിരുന്നത്. വൈകിട്ട് ഒരു 7 മണി പുതിയ സി ഡി അത് കണ്ടോണ്ടിരുന്ന ദിവസം പറഞ്ഞു മുഴകൾ മാറിയാട്ടും. ഞാൻ പെട്ടെന്ന് തപ്പി നോക്കിയപ്പോൾ ഒറ്റ മുഴ എൻ്റെ ഇവിടെ ഇല്ല. അപ്പൊ തന്നെ ഞാൻ ബ്രദർമാരെ വിളിച്ച് പറഞ്ഞു, എൻ്റെ കുറെ സാധനം കാണാനില്ലെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് പറഞ്ഞു. പൊന്നത്തപ്പനെ വിളിച്ച് പറഞ്ഞു, പൊന്നത്തപ്പൻ എൻ്റെ കുറെ സാധനങ്ങൾ കാണാനില്ല, അത് കർത്താവ് കൊണ്ടുപോയി. മഴ കാണാനില്ലെന്ന് പരസ്യമൊന്നും കൊടുത്തില്ലല്ലോ. കർത്താവ് അത്ഭുത വിടുതൽ കൊടുത്തതിനായി കാര്യം അടിച്ചുകൊണ്ട്